ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കാണാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഒരു ഡെസേർട്ട് ഏരിയ ആണ്. അതായത് ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു ഓൾമോസ്റ്റ് 1 hour ട്രാവൽ ഉണ്ട്. പക്ഷേ ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു റൂട്ടാണ്. കാരണം നമ്മുടെ സ്പീഡ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ 160 ആണ്. നിങ്ങൾക്ക് മീറ്റർ നോക്കുമ്പോൾ കാണാൻ പറ്റും. നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ഇവിടെ ട്രാവൽ ചെയ്യാൻ പറ്റും. നല്ലൊരു വൈബുള്ള സ്ഥലം തന്നെയാണ്. നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ റോഡിലകത്ത് തീരെ തിരക്കുന്നില്ല. സോ നമ്മൾ ഓൾമോസ്റ്റ് അതിനോട് അടുത്ത് എത്താറായി. ആ സ്ഥലം ഓൾമോസ്റ്റ് ഒരു 4:30 ഞാൻ അവിടെ എത്തിയത്. അത്യാവശ്യം നല്ല ചൂട് തന്നെ ഉണ്ടായിരുന്നു. ഒരു ഓൾമോസ്റ്റ് ഒരു 46-47 ഡിഗ്രി സെൽഷ്യസ് തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ആ ഏരിയയിലൊന്നും ഇങ്ങനെ ആരും ഉണ്ടായിരുന്നില്ല. ഞാനും വൈഫ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സ്ഥലത്ത്. അത്യാവശ്യം നമ്മൾ ആ മരുഭൂമിയുടെ ആ സെൻറ്റർ കുറച്ച് ഭാഗത്തേക്കൊക്കെ പോകാൻ നമ്മൾ നോക്കി. അത്യാവശ്യം നല്ല എക്സ്പ്ലോർ ചെയ്യാൻ, നല്ല ഫോട്ടോസും വീഡിയോ ഒക്കെ എടുക്കാൻ നല്ല രസമുള്ള സ്ഥലം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഈ ഫുട്ടേജൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ നല്ല വെയിലുള്ളത് കൊണ്ട് നമുക്ക് ഒത്തിരി നേരം അവിടെ നിൽക്കാനോ ഒന്നും നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ എടുക്കേണ്ട കുറച്ച് ഫോട്ടോജും നമ്മൾ കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്തു. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഇപ്പുറ സൈഡിലേക്ക് നടന്നു. പക്ഷെ നടന്നിട്ട് അങ്ങ് എത്തല്ല. കാരണം ഈ മണ്ണിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ കാല് വെക്കുമ്പോഴത്തേനും കുഴിഞ്ഞു പോവുക. പക്ഷെ അത് രസമാണ്. പക്ഷേ ഈ ചൂട് സമയത്ത് നമുക്ക് അങ്ങനെ ഒത്തിരി അവിടെ അങ്ങനെ നിൽക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല. ഒരു മാക്സിമം ഒരു 20 to 25 മിനിറ്റ്സ് നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. വേറൊന്നും അല്ല, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അറിയാലോ ഇപ്പോൾ യുഎയിൽ ചൂടിൻ്റെ ഒരു സിറ്റുവേഷനൊക്കെ. നോർമലി നമുക്കൊരു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ 45 പക്ഷെ നമുക്ക് മരുഭൂമിയുടെ ആ ഒരു ഭാഗത്ത് എന്ന് പറയുമ്പോൾ നമുക്കതൊരു 50-60 നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ നല്ല ചൂടായതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒത്തിരി നേരം നിന്നില്ല. നമ്മൾ നേരെ അടുത്ത പരിപാടി പിടിച്ചു. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ചൂടൊക്കെ ആയപ്പോഴത്തേനും പിന്നെ ഒരു ബിരിയാണി കഴിക്കാനുള്ള ഒരു സെറ്റൊക്കെ ആയിട്ട് നേരെ തിരിച്ചു. അപ്പോൾ നമുക്ക് നല്ല ഫേമസ് ആയിട്ടൊരു ഹോട്ടലുണ്ട്, തലാർ റെസ്റ്റോറൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെയാണ് പോയത്. അത്യാവശ്യം നല്ല ഫുഡും നല്ല സർവീസും തന്നെയാണ് കേട്ടോ. നല്ലൊരു ചിക്കൻ ബിരിയാണിയൊക്കെ ആയിരുന്നു അവർ നമുക്ക് വേണ്ടി സെർവ് ചെയ്തത്. ഈ ബിരിയാണിക്ക് അവർ ചാർജ് ആക്കുന്നതെന്ന് പറയുന്ന ഒരു ബിരിയാണിക്ക് 14 dirhams ആണ്. പക്ഷേ 14 dirhams ഒരു ഓവർ ചാർജിങ് ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. കാരണം അതിനുള്ള വർത്തായിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ബിരിയാണിക്ക്. അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അത്യാവശ്യം ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു ദം ബിരിയാണി തന്നെയായിരുന്നു അത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ഒരു ബിരിയാണി തന്നെ അത്യാവശ്യം 2 പേർക്ക് കഴിക്കാനൊക്കെ ആയിട്ടാണ് എനിക്ക് പൊതുവെ യുഎയിലെ ഹോട്ടലുകൾക്ക് പാർക്കിംഗ് ഭയങ്കര പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇവിടെ അത്യാവശ്യം നല്ല പാർക്കിംഗ് തന്നെയുണ്ട്. കാരണം ഒരു വില്ലയിലാണ് ഇവർ ഈ ഹോട്ടൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പാർക്കിംഗ് തന്നെയുണ്ട്. നിങ്ങൾക്ക് ധൈര്യം